ഒരു മാധ്യമ മുതലാളിയുടെ രോദനം കണ്ടു നോക്കാം നമുക്ക്. ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഭയാനകം. എന്താണ് സംഭവം? 51% ന്യൂനപക്ഷം അല്ലെങ്കിൽ 50%-ൽ 40% ന്യൂനപക്ഷം നിൽക്കുന്ന ആരോടെയാ? കോൺഗ്രസിന്റെ കൂടിയാ. ബാക്കി നിൽക്കുന്ന ഹിന്ദു സമുദായം, കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി എന്നുള്ളതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോകാൻ വലിയ ദൂരമില്ല കേട്ടോ, വലിയ ദൂരമില്ല. ഈ ദൂരമില്ലായ്മയായിരുന്നു ബംഗാളിൽ സംഭവിച്ചത്. ആദ്യം എന്താ, ബംഗാളിൽ CPM തുടച്ചു മാറ്റിയ സമയത്ത് എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തുടച്ചു മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ മമതാ ബാനർജിക്കായിരുന്നു വോട്ട് ചെയ്യുന്നത്, അല്ലേ? മമതാ ബാനർജിക്ക് വോട്ട് ചെയ്തു. മമതാ ബാനർജിനെ ഇപ്പൊ BJP തൂത്തെറിഞ്ഞു. ഇനി അവിടെ പാർട്ടിയില്ല, ആകെ വോട്ട് ചെയ്യാൻ പാർട്ടിയില്ല. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ മറ്റാരെ തെരഞ്ഞ പോലെ ഉണ്ടല്ലോ ഇവിടെ, അവിടെയും ബംഗാളിൽ തെരഞ്ഞു. മമതാ ബാനർജി അല്ലാതെ മറ്റാരുണ്ട് എന്ന് ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിൽ ചേർന്നപ്പോൾ അവിടെ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ആൾക്കാരും എന്ത് ചെയ്തു? BJP-ക്ക് കുത്തി. ഇത് തന്നെയാണ് ഞാൻ നാളെ നോക്കിയിട്ട്, നാളെ നിങ്ങളുടെ മുന്നിൽ എഴുതി വെച്ചോ, നാളെ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചോളൂ. നാളെ ഈ പറഞ്ഞ CPM തകർന്നു കഴിയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഉണ്ടല്ലോ, പ്രതിപക്ഷ പാർട്ടി BJP ആയാൽ, ഈ കോൺഗ്രസിനെ മാറ്റിയാൽ ഏക ഓപ്ഷൻ, മലയാളിയുടെ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ BJP ആയിരിക്കും. ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് BJP ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യരാണെന്നേ. ഒരു പ്രാവശ്യം വന്നാൽ അവിടെ ചെന്ന് സുഖം പിടിച്ചിട്ട് ഇപ്പം ഞാൻ പല ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്കും ലണ്ടനിലേക്കും കാനഡയിലേക്കൊക്കെ പോകും. അപ്പം ആദ്യം പോകുന്ന സമയത്ത് മലയാളിയോട് ചോദിക്കും, നീ എപ്പോൾ? ഞാൻ അടുത്ത മാസം വരും, എല്ലാ വർഷവും അമ്മേനെ വന്ന് ഇവിടെ കാണും എന്ന് പറയും. അടുത്ത വർഷം വരും എന്ന് പറയും. 2 വർഷം കഴിയുമ്പോൾ 3-ാമത്തെ വർഷം 2 വർഷത്തിൽ ഒരിക്കൽ വരും. അപ്പൊ നീ കഴിഞ്ഞ വർഷം വന്നില്ലല്ലോ, അല്ല അവിടെ കുറച്ച് തിരക്കായി പോയി എന്ന് പറയും. 3 വർഷം 5 വർഷം കഴിയുമ്പോൾ 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒന്ന് വരും. അപ്പൊ എന്താണ്? അവിടെ അവന്റെ സംവിധാനങ്ങളായി എന്ന് പറയും. 5 വർഷം കഴിഞ്ഞാലോ എന്നെ ഈ വീട് ഇവിടെ ഇല്ല, വീട്ടിൽ പൈസ ഒന്നും അങ്ങോട്ട് അയച്ചു തരുമോ ചോദിക്കും. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ സംവിധാനങ്ങളും ബിസിനസ് സംവിധാനം ഒക്കെ അവിടെയായി. അതുകൊണ്ട് ഇവിടെയുള്ള വീടൊന്നും വീട്ടിട്ട് പൈസ ഒന്ന് അയച്ചു തരുന്നു ഇവിടെ ആരോ വിളിച്ചു പറയും. അതേ അവസ്ഥയാണ് ഈ പറയുന്ന സുഖം ഉണ്ടല്ലോ. കുറച്ച് BJP എന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, BJP ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഒന്ന് കുറച്ച് കഴിച്ചു നോക്കും. നല്ല മറ്റേ ഐസ്ക്രീം കഴിക്കുന്നില്ല, നല്ല കുറച്ച് കഴിച്ചു നോക്കും. അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളതാണെങ്കിലും കഴിച്ചു നോക്കും കുറച്ച്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിച്ചു. പിന്നെ മുഴുവൻ ഐസ്ക്രീം കഴിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അതുപോലെയാണ് ഈ പറയുന്ന BJP നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കോർപ്പറേറ്റ് സംവിധാനത്തിൽ എല്ലാ സാധനം കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം അവിടെ MP ഉണ്ട്. ഒരു രാജഭരണം പോലെ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.